ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് ചമ്മന്തിയാണ്. നമ്മുടെ കഞ്ഞിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഈ വാഴക്കൂമ്പിന്റെ ഇതളുകളൊക്കെ ഇതുപോലെ ഒന്ന് മാറ്റിക്കൊടുക്കുക. ഈ ഇതളുകളാണ് നമ്മൾ ചമ്മന്തിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയത്, 4-5 പച്ചമുളക്, ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, ഒരു 4 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പകുതി ഉള്ളി, പിന്നെ ഒരു ചെറിയ പീസ് പുളി. ഇനി ഇതൊക്കെ നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതൊന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാണ് വേണ്ടത്. അപ്പൊ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പൊ വാഴക്കൂമ്പൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതെന്നുള്ളവര് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.